ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളാണ് 9 അംഗ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. ബി ബാലഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ എന്തൊക്കെ? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ ശബരിമല വിഷയം കേരളത്തിൽ വളരെ സജീവ ചർച്ചാ വിഷയമാകുന്നതിനിടയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നൊരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ശബരിമല ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുന്നതിന് നേരത്തെ സുപ്രീം കോടതിയിൽ ഒരു 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചിരുന്നു. 2019 അക്കാലത്ത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ്.എ. ബോബ്ഡെയുടെ അധ്യക്ഷതയിലായിരുന്നു ഈ 9 അംഗ ബെഞ്ച് കേസിൽ ആ വിഷയത്തിൽ വാദം കേൾക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നത്. പക്ഷേ പിന്നീട് ഈ കോവിഡിനെ തുടർന്ന് ആ ബെഞ്ചിന് വാദം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ഏതായാലും നീണ്ട ഒരു 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ ബെഞ്ച് പുനഃസ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കുന്നുവെന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ, അതായത് 9 അംഗ ബെഞ്ച് രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ താൻ ആരായുന്നതായി ഈ ചീഫ് ജസ്റ്റിസ് ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകളും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളും മതസ്വാതന്ത്ര്യവും തമ്മിലുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് ശബരിമല എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കുള്ള പ്രവേശനം, അതുപോലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ സ്ത്രീകൾക്കുള്ള പ്രവേശനം തുടങ്ങിയ വിവിധ വിഷയങ്ങളായിരിക്കും ഈ 9 അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി വരിക എന്നും ചീഫ് ജസ്റ്റിസ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ബെഞ്ച് എപ്പോൾ രൂപീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം നേരത്തെ ചീഫ് ജസ്റ്റിസ് തന്നെ ഒരു ഘട്ടത്തിൽ കോടതിയിൽ പറഞ്ഞിരുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ താൻ ഇതുമായി ബന്ധപ്പെട്ട ബെഞ്ച് രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു എന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരാനാണ് സാധ്യത. ഏതായാലും ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഈ അഭിമുഖത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സുപ്രീം കോടതിയും രാജ്യത്തെ ഹൈക്കോടതികളും ഒരു ആശുപത്രികളിലെ എമർജൻസി വാർഡ് പോലെ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പോലെയാണ് പ്രവർത്തിക്കേണ്ടത്. ഈ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോൾ കോടതിയിലെത്തിയാലും അതായത് രാത്രിയോ പകലോ എപ്പോൾ എത്തിയാലും അവർക്ക് നീതി വൈകാതെ തന്നെ ലഭിക്കുന്ന, അടിയന്തര സാഹചര്യങ്ങളിൽ നീതി വൈകാതെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നും ചീഫ് ജസ്റ്റിസ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രയത്നം തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മോത്തി.